ഇതെന്താ? മാറി നിക്കടി പെണ്ണേ. ഓ, ഇത് ഗുഡ്, ദ ബാഡ്, ദ അഗ്ലി. ഓ, നിങ്ങൾക്ക് എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? നമ്മുടെ ഒരു ശിങ്കിടി പയ്യൻ വരുന്നുണ്ട്. കൗബോയ് ഉജ്ജ്വലൻ. റിജ്വലൻ. തേജ്വലൻ. റിജ്വൽ അയിനാണ്. നെഞ്ചിൽ കഞ്ചപാണമേയും സ്വർഗറാണിയോ ഈ സ്വപ്നകന്യയോ മുന്നിൽ ഇന്ദ്രജാലമാടും ക്ലിയോപാട്രയോ നീ ഡെസ്റ്റിമോണയോ രാവിറങ്ങി വന്ന താരമേ തേരിറങ്ങി വന്ന തിങ്കളേ ഏതൻ തോട്ടം പൂത്തുലഞ്ഞ നിന്റെ മേനിയിൽ ഏഴാം സ്വർഗം തേടിയങ്ങു വന്നതാണ് ഞാൻ. ശപപ്പറപ്പറിപ്പം നെഞ്ചിൽ കഞ്ചപാണമേയും സ്വർഗറാണിയോ ഈ സ്വപ്നകന്യയോ കഞ്ചപാണമേയും സ്വർഗറാണി ഈ സ്വപ്നകന്യയോ
പ്രജ്വല, ഉജ്ജ്വല, എന്തോ പ്രജ്വല, എന്തോ തേജ്വല, എന്തോ നീ പാട്ടിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. താങ്ക് യു. രാവിറങ്ങി വന്ന താരമേ, തേരിറങ്ങി വന്ന തിങ്കളേ, ഏതൻ തോട്ടം പൂത്തുലഞ്ഞ നിന്റെ മേനിയിൽ സ്വർഗം തേടി ഇങ്ങു വന്നതാണ് ഞാൻ. എന്റെ കൗബോയിന്റെ കോൺഫിഡൻസ് കണ്ടോ മീനൂട്ടാ? കണ്ടു. അവൻ മിടുക്കനാണ്, വളരെയധികം. വേറെ ലെവലാണ്. നിങ്ങളുടെ ടീമിന്റെ അകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇങ്ങനെ തോക്ക് ചൂണ്ടിയാണോ സംസാരിക്കുക? ഞങ്ങൾ വളരെ എല്ലാവരും മോശം തോക്ക് കേട്ടോ. ചൂണ്ടിയേ സംസാരിക്കാറുള്ളൂ. ഇന്ന് അങ്ങനെ രാവിലെ ഒരു പ്രവണത അത്ര നല്ലതല്ല. ചേട്ടാ നിങ്ങളെല്ലാം സംസാരിച്ചു കഴിഞ്ഞാ ഞാൻ സംസാരിക്കാല്ലേ? അതാണ് നല്ലത്. മിസ്റ്റർ റിജ്വൽ, എന്തോ പ്രോജ്വൽ, എന്തോ തേജ്വൽ, എന്തോ മറിമാമേ, ഓ ഇങ്ങനെയൊക്കെ പറഞ്ഞ അവനെ പരാജയമാക്കുന്നു. റിജ്വൽ കുട്ടാ, എന്തോ കാലക്കി താങ്ക് യു. അസലായിട്ട് പാടി. ഇടയ്ക്ക് സ്റ്റെപ്സ് ഒക്കെ ഇട്ടില്ലേ? ഓ വേറെ ലെവലായിരുന്നു. അതെ, വേറെ ലെവലായിരുന്നു. കൊള്ളാം. നെഞ്ചിൽ കഞ്ചബാണമേയും സ്വർഗറാണിയോ ഈ സ്വപ്നകന്യയോ, മുന്നിൽ ഇന്ദ്രജാലമാടും ക്ലിയോപാട്രയോ നീ ടെസ്റ്റിമോണയോ. ഇത് കൊള്ളായിരുന്നു. അതെ, അതെ. എന്താ എങ്ങനെയായിരുന്നു? ശബപ്പറപ്പറിപ്പ. ഞാൻ അങ്ങനെയാണല്ലേ? ഓക്കെ, നന്നായിരുന്നു. കലക്കി. വെരി നൈസ്, വെരി താങ്ക് നൈസ്. യു. പിന്നെ ഇടയ്ക്ക് എന്താണ് അതെങ്ങനെയായിരുന്നു? അയ്യോ, അത് കൊള്ളാലോ. അത് അല്ല, ഏതാ ആറ്റിറ്റ്യൂഡ്? വൻ attitude. വേറെ ലെവൽ ആറ്റിറ്റ്യൂഡ്. ഇതൊന്ന് റിജ്വൽ കുട്ടനെ കൊണ്ട് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ലെവൽ. അതെ. താങ്ക് യു. പിന്നെ ഇടയ്ക്ക് ഏറ്റവും അവസാനം ഒരു സാധനം പാടില്ല. അങ്ങനെയത് നിന്നിളം കൈകളിൽ തട്ടി നീ ആടുമാറാണേ. സൂപ്പർ സൂപ്പർ അടിപൊളി. തിരിഞ്ഞു നിൽക്കേ, നെഞ്ചുലഞ്ഞു പോയി ഒന്ന് പുൽകുവാനിൽ കൈതരിച്ചു പോയി. നിന്നിളം കൈകളിൽ തട്ടി നീ ആടുമാറാണേ. പിന്നെ ഒരു Yes. കാര്യം പറയട്ടെ, പറയ്. ഈ ടോപ്പ് സിംഗറിൽ മീനുട്ടി ചേച്ചി മാരി ചേച്ചിയും ഈ ടോപ്പ് സിംഗറിലെ റാണിയാ. ഓ താങ്ക് യു. താങ്ക് യു സോ അതെന്താ മച്ച്. ഇപ്പൊ നിനക്ക് അങ്ങനെ തോന്നാൻ ഒരു കാരണം? ഞങ്ങൾ ഈ സൺഗ്ലാസ് വെച്ചതുകൊണ്ടാണോ? ആണോ? അങ്ങനെയല്ല, അല്ലെങ്കിൽ ടോപ്പ് സിംഗറിന്റെ റാണിയാണല്ലോ. എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പൊ രാജാക്കന്മാരില്ലേ? രാജാക്കന്മാരും ഉണ്ട്. ആരൊക്കെയാ? മധുച്ചേട്ടനും എം ജെ സാറും. I like it. I like it very much. I love it. I love it. തുടക്കത്തിൽ പാടിയില്ലേ? അത് ആ വോയിസ് ട്വിക്ക് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെ, Thank you. അതെങ്ങനെയാ കേൾപ്പിച്ചേ? ഒന്ന് പാടി. നെഞ്ചിൽ കഞ്ചബാണമേയും സ്വർഗറാണിയോ നീ സ്വപ്നകന്യയോ. യെസ്, വെരി നൈസ്, വെരി നൈസ്. താങ്ക് യു. ആറ്റിറ്റ്യൂഡ്. യെസ്, ആറ്റിറ്റ്യൂഡ്. കുറച്ചും കൂടിയൊക്കെ ഡാൻസ് ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. എന്നാലും നല്ലായിരുന്നു കേട്ടോ, ചെയ്ത സ്റ്റെപ്സ് ഒക്കെ നന്നായിരുന്നു. അത് അത്ര നല്ലതായതുകൊണ്ട് നമുക്ക് വീണ്ടും ആഗ്രഹം തോന്നുന്നു, വീണ്ടും വീണ്ടും കുറച്ചും കൂടി ഇങ്ങനെ- കണ്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹം. Yes, മതിയായില്ല അതോ ആ കേട്ടിട്ട്. സ്റ്റെപ്സ് ഒന്ന് വീണ്ടും ചെയ്യാൻ തോന്നുന്നുണ്ടോ? ആ, ആ ഒന്നും കൂടെ പക്ഷെ ഒന്ന് ചെയ്യാം, നോക്കട്ടെ. ഇത് പക്ഷെ കൊള്ളാട്ടാ. ഇത് ഈ സ്റ്റെപ്പും കൊള്ളാം, നന്നായിട്ടുണ്ട്. അതെ. അടിപൊളി സ്റ്റെപ്പ്. യെസ്, വെരി ഗുഡ്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു, വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, കാര്യം നമ്മുടെ ശിങ്കിടി ഇത്ര നന്നാക്കി പാടുന്ന ഞാൻ വിചാരിച്ചില്ല. താങ്ക് യു. വെരി നൈസ്. താങ്ക് യു. കാരണം നമ്മൾക്ക് മറ്റുള്ള തിരക്കുകളുടെ ഇടയിൽ ഈ പാട്ടൊക്കെ ഇങ്ങനെയൊക്കെ നന്നായി പാടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കുറെ പേരെ വെടിവെച്ച് വീഴ്ത്താനും ഒക്കെയുള്ള തിരക്കിന്റെ ഇടയിൽ സമയമില്ലായിരുന്നു. ഇതിനൊക്കെ സമയം കണ്ടെത്തിയതിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു നമ്മുടെ Yes. ശിങ്കിടി ആ. റിജ്വൽ കൗബോയിയെ. വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. യെസ്. റിജ്വൽ കൗബോയ്, എന്തോ കിടിലൻ പെർഫോമൻസ്. താങ്ക് യു. എന്നെ വിട്ടു പോയിടല്ല നീ, തീക്കിളി പൂക്കളിൽ മുത്തമിട്ടണച്ച പൊന്മണി. ചക്രവർത്തിയായി നിൻ ചിത്രമേടയേറാൻ തൊട്ടു തൊട്ടു നിന്നെൻ കൈപിടിക്കുമെങ്കിൽ. ആ ആറ്റിറ്റ്യൂഡും ആ ഒരു പെർഫോമൻസും വേറെ ലെവലായിരുന്നു. ഞാൻ റിജ്വൽ കുട്ടനെ അല്ല, ഒരു കൗബോയിനെയാണ് ഞാൻ അവിടെ കണ്ടത്. ഒരു കൗബോയിനെ. താങ്ക് യു. ഞാൻ എന്റെ തൊപ്പി നിനക്ക് തരട്ടെ. നെഞ്ചിൽ കഞ്ചബാണമേയും സ്വർഗറാണിയോ നീ സ്വപ്നകന്യയോ. പട്ടാളക്കാരൊക്കെ പോണ പോലെ ഉണ്ടല്ലോ. ആര്യ പേടിയാത്. ഞാൻ എന്ത് പറഞ്ഞു? മതങ്ങളെല്ലാം അങ്ങോട്ട് ചൂണ്ടേ.
മിണ്ടരുത്. കാണൂല. വലിയ തോക്കുണ്ടെന്ന് വെച്ചാൽ ഉന്നം കറക്റ്റ് വരണമെന്നില്ല, മനസ്സിലായോ? ഇരട്ടത്തോക്ക ഡബിൾ ബാരൽ. ഞാൻ എന്തായാലും നമ്മുടെ റിജ്വൽ കുട്ടിന് ഈ തൊപ്പി സമ്മാനമായി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. വളരെ എല്ലാവരും നല്ലൊരു കൈയടിക്ക്. തീരുമാനം. Yay! കൈയടിക്ക്. കൈയടിക്കും മധുങ്കൾ. ഹാപ്പി ഹാപ്പി. റിജ്വൽ കൗബോയ്, ആ സന്തോഷമായോ? വളരെയധികം. കണ്ടോ? ക്യാപ്റ്റൻ Yes. എനിക്ക് ആ സെക്കൻഡ് പീജിലുള്ള സ്റ്റെപ്സ് പഠിച്ചാൽ കൊള്ളുന്നുണ്ട്. Of course. ഒന്ന് ചെല്ല് പഠിക്കൂ ചേട്ടാ. പ്രജ്വല എങ്ങോട്ട് വരണ്ടേ? പഠിപ്പിക്കോ? ആ പഠിപ്പിക്കാം. ഏതാ സ്റ്റെപ്പ് പറഞ്ഞാൽ മതി. പക്ഷെ ഇങ്ങോട്ട് വരണം. ബോസ് അങ്ങോട്ട് വന്നാലേ പറ്റും. ബോസ് യെസ്, ഇങ്ങോട്ട് താങ്കൾ വരണം. അങ്ങോട്ട് ചെല്ലൂ. യെസ്, റെഡി, 1 2. ഓ ആഹാ കൊള്ളാല. ബോസ് നല്ല രസമുണ്ട്. ആ ഒരു രക്ഷയില്ല, ഞാൻ പഠിച്ചു. എന്താ അതെ 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 നിങ്ങൾ ചെയ്തില്ലല്ലോ. ഇത്രയൊക്കെ അത് മനസ്സ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ ആണല്ലേ? moments എല്ലാം മനസ്സിന്റെ ഉള്ളിലാണ്. Okay. എന്നെ ഇവിടുന്ന് പെറുക്കി എടുത്തോണ്ട് പോകണം. കൗബോയുടെ ലീഡറിന് എന്താ ഇതിനെ പറ്റി പറയാനുള്ളത്? ഞാൻ സന്തോഷം കൊണ്ട് എന്റെ തൊപ്പി കൊടുത്തത് കണ്ടില്ലേ മീനൂട്ടാ? അത് കണ്ടു. അത് വളരെ നന്നായി. എന്താണ് വേണ്ടത്? അത് വളരെ നന്നായി രാജി. ഒരു കൗബോയ്ക്ക് ഇതിലും വലിയ ഒരു സമ്മാനം കിട്ടാനുണ്ടോ? ഒരിക്കലും ഇല്ല. തീർച്ചയായിട്ടും ഇല്ല. ഒരിക്കലും ഇല്ല. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ സാധാരണ കൊടുക്കുന്ന കാര്യം എന്താണ്? എന്താണ്? ഡോളേഴ്സ്. എത്ര ഡോളേഴ്സാ നിങ്ങൾ കൊടുക്കുന്നത്? $100 കൊടുത്താലോ? എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ്. എന്താണ് മെനുവിന boss? ബോസ് എന്തോ Who was Cleopatra? സുന്ദരിയായിരുന്നു. സുന്ദരിയായിരുന്നു. ആരായിരുന്നു? ഈജിപ്ഷ്യൻ സുന്ദരിയായിരുന്നു. ഈജിപ്ഷ്യൻ ക്വീൻ ആയിരുന്നു. Yes. ക്വീൻ ആയിരുന്നു. ആ പിന്നെ ഡെസ്റ്റിമോണ ആരാണ്? ഇതിൽ പറയുന്നുണ്ട് ക്ലിയോപാട്രയോ ഡെസ്റ്റിമോണയോ. ടെസ്റ്റിമോണി. ആ പുള്ളിക്കാരി എനിക്ക് പരിചയമില്ല കേട്ടോ. മറ്റൊരു സുന്ദരി. ആ അതെ അതെ. ഒതല്ലോ കേട്ടിട്ടുണ്ടോ? പിന്നെ ഒതല്ലോ. ഒഥല്ലോ ഒഥല്ലോ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. അതാരാ? പഠിക്കാനുണ്ടായിരുന്നല്ലേ? അതെ എനിക്കും പഠിക്കാനുണ്ടായിരുന്നു. പഠിക്കാണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, അതെന്താ പഠിച്ചത്? വളരെയധികം. അതെന്താ പഠിച്ചത്? ഇപ്പൊ ഓർമ്മയില്ല, വയസ്സായില്ലേ? പറഞ്ഞു കൊടുക്കുമ്പോ ഷേക്സ്പിയർ. ഒഥല്ലോ, മാക്ബത്ത്, ആ മാക്ബത്ത്, മാക്ബത്ത്. അതെ ഷേക്സ്പിയർ ഷേക്സ്പിയർ ഷേക്സ്പിയർ. ആ ഞാനൊന്നും കേട്ടിട്ടില്ല. അതാണ് ആ വലുതാമോ നീ കേക്കോ. ഇസബെല്ല. ഷേക്സ്പിയർ എന്ന് പറയുന്നത് ഈ വേൾഡ് ഇതുവരെയും ഉണ്ടായിട്ടുള്ളതിൽ ഗ്രേറ്റസ്റ്റ് റൈറ്റേഴ്സിൽ ഒരാളാണ്. ലെജൻഡറി ആണ്. ഷേക്സ്പിയറിന്റെ പല കൃതികളുണ്ട്. അതിൽ ഒന്നാണ് ഒഥല്ലോ. എന്താണ് ഒഥല്ലോ. ആ ഒഥല്ലോയിലെ നായികയുടെ പേരെന്താണ്? ഡെസ്റ്റിമോണ. ഓ ആണോ? ആ അതാണ് എന്നാ ഡെസ്റ്റിമോണ. ഞാൻ ഇത് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ആണോ? വേഗം മറന്നു തോന്നുന്നു. മീനൂട്ടാ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണത്രേ. ഒരു കുന്തം അറിഞ്ഞൂടാ. താങ്ക് യു ബോസ്. ബോസ് നമ്മുടെ കൂട്ടത്തിലുള്ളവരെ അപമാനിക്കരുത്. അതെ ബോസ് പ്ലീസ്. ഞാനിപ്പോ നിങ്ങളുടെ ടീമിലല്ലേ. നീ എന്തിനാ പഠിക്കണേ? സോറി ബോസ്. അപ്പൊ ഒരു $100 അല്ലേ? ഒരു $100. യെസ്, $100 Yeah. ഔട്ട് ഓഫ് $100. ആ കൊടുത്തോളൂ. അപ്പോ നമ്മുടെ Cowboy. ഉജ്ജ്വലൻ, തേജ്വലൻ, Cowboy. പ്രജ്വലൻ, മഹോജ്വലനായിട്ടുള്ള നമ്മുടെ റിജ്വൽ കുട്ടന് ഇന്ന് കിട്ടിയിരിക്കുന്ന മാർക്ക് ആ 100 ഔട്ട് ഓഫ് 100. ഇക്കളി, ഇക്കളി, എന്നെ വിട്ടു പോയിടല്ലോ നീ. ഇക്കിളി, പൂക്കളിൽ മുത്തമിട്ടണച്ച പൊന്മണി. ചക്രവർത്തിയായി നീ. അത് മാത്രല്ല നമ്മുടെ കൗബോയ് ആണ് ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ കേട്ടോ. നമ്മുടെ